ഞാനും പോയിട്ടോ, മേലെ പോയി. ഇതേ വന്ന് നമ്മളിതാ അങ്ങനെ കൊച്ചി വണ്ടർലയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇടാനുള്ള ഡ്രസ്സ് വാങ്ങണം. ഇവിടെ നൈലോൺ ക്ലോത്തേ അലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നൈലോൺ ക്ലോത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ അകത്തോട്ട് പോകണം കേട്ടോ. അതാ കണ്ടില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഗാലാൻഡിൻ്റെ കാഴ്ചകളാണ്, അല്ല വണ്ടർലയുടെ കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ ഇതാ വണ്ടർലയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വണ്ടർലയുടെ കാഴ്ചകളാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കാർ പാർക്ക് ചെയ്തു, അവിടെ നിന്ന് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അവിടെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടെ വരുമ്പോൾ നൈലോൺ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ, ഷർട്ടാണെങ്കിലും ട്രൗസർ ആണെങ്കിലും. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, വീക്കെൻഡ് ആയ കാരണം. ഫോൺ ഇടാനുള്ളതല്ലേ? തലയിലിടും. ഫോൺ ഇടാനുള്ളത് എത്രയാ? എത്ര? 100. ഇതൊന്നും ഇരുന്നോട്ടല്ലേ? ഒന്ന് ഇരുന്നോട്ടെ. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു മെർച്ചൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. റേറ്റൊക്കെ 150 മുതൽ ടീഷർട്ട്, 150 മുതൽ പാൻറ്റ് അങ്ങനെയൊക്കെ കിട്ടും നൈലോൻ്റെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് 100 രൂപ. അതുപോലെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സെറ്റപ്പുകളുണ്ട്. ഷവർ ക്യാപ്പുകളും എല്ലാം ഉണ്ട്. അപർണ ഒന്ന് ട്രൈ ചെയ്യും. എന്തായാലും മഴക്കാറുണ്ട്, അത് കാരണം നമ്മൾ ഒരു മൊബൈലിന്റെ കവർ വാങ്ങിച്ചിട്ടോ. ഇതെങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് ഇട്ടാൽ മതിയോ അല്ലേ? ഓക്കെ, ഇങ്ങനെ തുറന്നിട്ട് ഇട്ടാൽ മതി. അപ്പോൾ വെള്ളത്തിലായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അടിപൊളിയായി. ഷവർ ക്യാപ്പും കൊള്ളാം. ഓ, അങ്ങ് റൈഡുകളിലൊക്കെ കാണാം കേട്ടോ. ഇവിടെയും കാർ പാർക്കിംഗ് ഉണ്ടല്ലോ. അതെങ്ങനെ കയറി വന്നാൽ അതറിയില്ല. ഇവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. മുമ്പ് വീഗാലാൻഡ് ആയിരുന്നു, അപ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ടിക്കറ്റും അതുപോലെ തന്നെ പർച്ചേസിങ് കൗണ്ടറാണ്. എന്താല്ലേ, എത്രയാണ്? നല്ല തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്, അതിവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ ഇത് കണ്ടില്ലേ, ഒരു സാധനങ്ങൾ വെക്കാം. അതുപോലെ ഡ്രസ് ചേഞ്ചിങ് റൂമാണ് ഇവിടെ. അപ്പോൾ നമുക്കൊരു വാച്ച് കെട്ടിത്തരുവേ. ആ വാച്ച് വെച്ചിട്ട് ഇങ്ങനെ ലോക്കറിൽ വന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, വലിയ നമ്മുടെ കയ്യിലുള്ള ഈ ലോക്കറിൻ്റെ വാച്ചിൻ്റെ അതേ മോഡലാണ് അവിടെ വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സമയം കളയാതെ വേഗം വന്ന് ലോക്കർ എടുത്ത് ഡ്രസ്സെല്ലാം മാറിയിട്ട് പോകണമെങ്കിൽ സമയം ലാഭിക്കാം. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ 12:30 കഴിഞ്ഞു. ഇനി 1 മണിയാകുമ്പോഴേക്കും ചോറിനാൻ വരണം. പിന്നെ ഭയങ്കര സീനാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നാൽ എല്ലാ റൈഡുകളും ആസ്വദിക്കുന്നത്, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. ഇതുപോലെ സമയം കളയരുത്. എവിടെയൊക്കെ പോകണം എന്നുള്ള മാപ്പാണ് ഇവിടെയൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രോഷർ ഫ്രീ ആയിട്ട് കിട്ടും, അത് ചോദിച്ച് വാങ്ങുക, റൈഡുകളൊക്കെ ചൂസ് ചെയ്യാം. എല്ലാവിടെയും ഓരോരോ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ടുള്ളതാണ്. അത് നമ്മൾ നനയുന്നതിന് മുമ്പ് റൈഡ് ചെയ്യേണ്ട ഒരുപാട് സംഭവമില്ല. അതാദ്യം കഴിഞ്ഞിട്ട് പിന്നെ നനയാൻ പോകുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ വേറെ റൈഡ്സിലൊന്നും കയറ്റില്ലവേ. അപ്പോൾ നമ്മൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം ആസ്വദിക്കണം. ഒരു ചെറിയ കഫയൊക്കെ ഉണ്ടല്ലോ. ഇതൊരു അത്യാവശ്യം വലിയൊരു കുന്നിൻ്റെ മുകളിലായ കാരണം താഴത്തൊന്നുള്ള ഒരു വ്യൂ ഇല്ലേ, അത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ കാണാൻ. വാവ്, ഇവിടെയും കുറേ റൈഡുകളാണല്ലോ. ഓ മൈ ഗോഡ്, ഇവിടെയാണോ വേവ് പൂള്? ആ, ഇവിടെ കേട്ടോ വേവ് പൂള് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത്. ലേഡീസോ? ആ, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കി, ആ ജെയിൻറ്റ് വീല് കയറി കഴിഞ്ഞാൽ എറണാകുളം സിറ്റിയുടെ പകുതി കാണാൻ പറ്റും. പിന്നെ ഇവിടെ അതാ കണ്ടില്ലേ, ഒരു വാട്ടറിൻ്റെ തീമാണ്. ഇവിടെയും വേവ് പൂളാണ് കേട്ടോ. കുറേ വേവ് പൂളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ മറ്റേ ടബിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന സ്ലൈഡാണ്. ഇവിടെയും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവാണേ. ഇവിടെ ലാൻഡ് റൈഡ്സ്
സർപ്രൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നോക്കാൻ പോകട്ടോ എന്താന്ന്. ഒരു വാട്ടർ തീം പാർക്കിൽ ഇത്രയധികം ആൾക്കാർ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമല്ലേ. കാരണം എന്താ വെച്ചാൽ വാട്ടർ തീം പാർക്ക് എന്തായാലും ഫേമസ് ആണ്. കേവ് ആണല്ലോ, വെറുതെ ഫോട്ടോഗ്രാഫിയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർക്ക് ഉണ്ടെങ്കിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല റൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരും. മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, ഇനി കോപ്പി റൈറ്റ് വരുമെന്നോ. ഇത് മുകളിലോട്ട് പോകുന്ന സ്ലിംഗ് ഷോട്ടാണ് കേട്ടോ. അതിന് റെഡി ആയിട്ടുണ്ട്, അതായിട്ടില്ല, ഓപ്പറേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അടിപൊളി അടിപൊളിയാണ്. ഇതെന്തത് കറക്കി അടിക്കണ്ടോ? അതായേ ആൾക്കാരെ കറക്കി പേടിച്ച് തൂറും. അയ്യോ ഇതൊന്നും കേറല്ലേ, എനിക്കിത് വേണ്ട. ഈ സാധനം പോയിട്ടോ, മേലെ പോയി. ഇതേ വന്ന് ആൾക്കാരെ പ്രാന്താക്കും കേട്ടോ. ഇതൊക്കെ കയറിയ മരണമയോ മരണമയോ. അയ്യോ ഇതൊക്കെ നോക്കിയേ, ഇത് റോളർ കോസ്റ്റർ ആണ് കേട്ടോ. ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുടെ അത്യാവശ്യം ധൈര്യമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ എന്തോ സെറ്റപ്പാണ് കേട്ടോ. ഇതും കറങ്ങാനുള്ള സെറ്റപ്പാണ്. ഇവർ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓടുവാണെങ്കിൽ കാണാവേ. ദേ കറങ്ങി. വലിച്ചിട്ട് തലകിഴായി നിർത്തിയിരിക്കുകയാണ്. ഒരൊറ്റ താത്തകത്ത് അങ്ങനെ തന്നെ. അതാ ഒരൊറ്റ കറക്ക. ഇതെന്താണോ സെറ്റപ്പ്? റോക്കറ്റ് പോലെയോ എയ്റോപ്ലെയിനോ? എന്തായാലും പിള്ളേർക്കുള്ള എന്തോ സെറ്റപ്പാണ്. ഇങ്ങോട്ടും കുറച്ച് പിള്ളേർക്കുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പിള്ളേർക്കുള്ളതിൽ അടുത്ത് തൊട്ട് തുടങ്ങാം കേട്ടോ. കാരണം നമ്മൾ ഇത് ആദ്യം തന്നെ ഈ തല കറങ്ങുന്നതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പണിയാണ്. ഇതുണ്ടല്ലേ, ചെറിയ പിള്ളേർക്കുള്ളതൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ അത് ഇഷ്ടമാണ് കേട്ടോ. ഈ ചെറിയ സെറ്റപ്പിലിരിക്കാവേ, വലുതിലിരുന്ന് കഴിഞ്ഞാൽ പേടിയാവും. സമയം തീരെയില്ല. ആകെ ഒരു റൈഡ് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ നിന്നിട്ടാണ് ഒരു റൈഡ് കിട്ടിയത്. ഞങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്. എന്തായിരിക്കും അവസ്ഥ? വസൂട്ടനെ നമ്മൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് ആനപ്പുറത്ത്. ഇനി അവിടെ റൈഡുകളൊക്കെ തുടങ്ങി. നമുക്ക് ആ റൈഡുകളൊക്കെ കാണാം കേട്ടോ. ദൈവമേ എന്തത് ഈ കാണുന്നത്? ഒരു പുതിയ റൈഡാണ് കേട്ടോ. സംഭവം കാണുമ്പോൾ ഈസി പോലെ തോന്നും, പക്ഷേ ഈസിയേ ഇല്ല. വാള് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പോൾ ഓടും കേട്ടോ, കാണിച്ചു തരാവേ. പേടിച്ച് 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 തലകിഴായി കറക്കോട്ടാ. പൊളി പൊളി പൊളി. തലയൊക്കെ ഇറങ്ങി വാള് വരും. അത് കളിക്ക് വട്ടക്കറക്ക് എല്ലാത്തിനും വാള് വരട്ടെ. അത് കളിക്ക് പൊളിച്ച് എല്ലാം പേടിച്ച്. ഇതൊക്കെ ഹൈ അഡ്വഞ്ചറസ് ഗെയിംസ് ആട്ടാ. ധൈര്യം വേണ്ടി മാത്രം കയറിയാൽ മതി. ഇങ്ങോട്ട് കാറ്റർപില്ലർ റൈഡാണേ. അതും കുഴപ്പമില്ലാത്തൊരു റൈഡാണ്. അത്യാവശ്യം പേടിക്കോ ചോദിച്ചാൽ അത്ര പേടിയൊന്നും തോന്നില്ല. ഒന്ന് കാണിച്ചു തരാം. ഇതിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നതാണ് കാറ്റർപില്ലർ റൈഡ്. അത്യാവശ്യം പിള്ളേർക്കും
അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു എക്സൈറ്റിംഗ് ആയ ഒരു റൈഡ് തന്നെയാണ് കേട്ടോ. കാറ്റർ പില്ലർ അല്ല കേട്ടോ, അത് ടെർമൈറ്റ് കോസ്റ്റർ എന്നാണ്, അതായത് ചെതലിൻ്റെ കോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഇരിക്കുന്ന ഈ വണ്ടിയാണ് ഇങ്ങനെ ഇതിലൂടെയൊക്കെ കറങ്ങി കറങ്ങി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ട്, ഇപ്പോൾ ഓടി തുടങ്ങും. തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരുടെ മുഖത്ത് പേടിയുണ്ടല്ലോ. ഒരു ഗുഹന്റെ ഉള്ളിലേക്ക് പോയി ബാലോ. ഇത് സ്പീഡായി സ്പീഡായി. ഇനിയിപ്പോ അത് ഇറക്കുമ്പോൾ നല്ല സ്പീഡായിട്ടാ. മോളെ 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 വസു വസു ഒറ്റയ്ക്ക് നമ്മുടെ ഈ കാറ്റർ പില്ലർ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചിക്കു വൈൽഡ് റൈസ് നോക്കാം എന്താ സംഭവം. ഇത് ഷോ ആണ് കേട്ടോ, റൈഡല്ല. എങ്ങനെയാ? ഇവിടെ ആയിട്ട് ഫിഷിന്റെ കോയി ഫിഷിന്റെ പോണ്ടാണേ. വായിലൊക്കെ തൊടാൻ പറ്റുന്നുണ്ട് കേട്ടോ, തൊടാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൽ പോവോ ഫോണ്? വേടാ വേടാ. Come on baby. പേടിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എന്തായാലും കേറുന്നില്ല, കേറുന്നുണ്ട്, വീഡിയോ എടുക്കുന്നില്ല, അണ്ണാക്ക് വെളി വരും, അതുകൊണ്ടാണ്. അഭിനയിക്കാണ് പുറത്തുനിന്നുള്ള ഫുഡും ഡ്രിങ്ക്സൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ വന്നെല്ലാം വാങ്ങും. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള കഫേസ് ഒരുപാടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ എല്ലാവരുടെയും കോസ്റ്റ്ലിയാണ്, അതിപ്പോൾ പറയണ്ടല്ലോ പ്രത്യേകിച്ച്. ഇവിടെ ഇഷ്ടം പോലെ വേവ് പൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അവിടെയും കണ്ടു, ഇത് ഇവിടെയുണ്ട്. 12 മുതൽ 6 മണി വരെ വേവ് പൂൾ ഓപ്പണാണ്.
ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും വേവ് വരുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. കൂടാതെ ഇവിടുന്ന് മേലിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ വന്ന് വെള്ളത്തിൽ വീഴുന്ന ഒരു പരിപാടിയാണ്. ആ വെള്ളം കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായതുകൊണ്ട് നമ്മളിവിടെ നിൽക്കണം. ഇവിടെ കണ്ടില്ലേ എല്ലാവരും മഴ നനയാൻ അല്ല ഈ ഫ്ലാഷ് വെള്ളം തെറിക്കാൻ വേണ്ടി നിൽക്കുക. ദേ ഒരു വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. പ്ലേ പൂള് കണ്ടോ, അതായത് ഇവിടെ നിന്നൊക്കെ സ്ലൈഡ് ചെയ്ത് വന്ന് അവിടെ വീഴുന്ന ഒരു പ്ലേ പൂളാണ്. ഇവിടുത്തെ ഒരു പച്ചപ്പ് നോക്കിയേ, എന്ത് ഭംഗിയാ. ഈ മഴക്കാറും ആ പച്ചപ്പും ഹരിതാപയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇനി നമുക്ക് നേരെ വേവ് പൂളിൽ പോകണേ. ഇപ്പോഴാണ് നമ്മൾ ഈ വാങ്ങിച്ച ഈ മൊബൈൽ കവറിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ഇതിൽ മൊബൈൽ ഇട്ടുകൊണ്ട് നേരെ വെള്ളത്തിലിറങ്ങി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ആയില്ല, നോക്കാം. എന്തായാലും വേവ് പൂളിൽ ഇറങ്ങുമ്പോൾ മൊബൈൽ കേടുവരാതെ നനയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 2 പൂളുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പൂള്, നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പൂള്. അടിപൊളിയല്ലേ? ഏതിന് വേണമെങ്കിൽ കയറാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടൈമിന് അരമണിക്കൂർ കൂടുമ്പോഴാണ് പൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അരമണിക്കൂർ നേരത്തേക്ക് ഈ വേവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ടൈം നോക്കിയിട്ട് വന്ന് വേഗം ഇറങ്ങാം കേട്ടോ നമുക്ക്. അടിപൊളി. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യണല്ലേ. പിള്ളേർ നോക്കിയാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം വേവ് കമ്മിയാണ്, ഇപ്പോൾ സ്പീഡിൽ അടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ ആ പൂളിൽ നിന്ന് ഈ മറ്റേ പൂളിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി വലുതും കുറച്ച് പ്രായപൂർത്തിയായ ആൾക്കാരുണ്ട്. അവിടെ കൂടുതലും കുട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നാട്ടാ. ഇവിടെ വേവ് വേവ് വേവ്. ആ കടലിന്റെ തിരമാല സൗണ്ടൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇറങ്ങല്ലേ ഇറങ്ങല്ലേ. ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറിപ്പോയി അവിടെ മുകളിലെത്തിയത് ഫൺ ഗ്ലൈഡ്. ഇത് കണ്ടില്ലേ? ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിന്ന് കേട്ടോ. ഇപ്പം അവർ ഇറങ്ങുവേ. ഇങ്ങോട്ടായിട്ട് ഒരു പ്ലേ പൂള്, ഇവിടെ റെയിൻ ഡാൻസും. ഇതേ കയറിൽ പിടിച്ച് ട്യൂബിലിങ്ങനെ പോയി ആ വെള്ളത്തിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നു. റാപ്പിഡ് റിവർ, അതാണ് സംഭവം. ഈ കയറിലിങ്ങനെ പിടിച്ച് പോയില്ലേ ട്യൂബ്, അത് ഇവിടെ കേട്ടാ.
തണുപ്പ് തട്ടുകട. അപ്പോൾ ചായ കുടിക്കാൻ കരുതി. ചായക്ക് 35 രൂപ, ബൂസ്റ്റിനാണെങ്കിൽ 50 രൂപ. പിന്നെ എല്ലാ സ്നാക്സിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഗെയിം സോണിലെത്തിയിരിക്കേണ്ട. അത് പിള്ളേർക്കൊക്കെ അടിപൊളിയാണ്. അതാ കണ്ടില്ലേ, ഇവനൊക്കെ നോക്കി നിൽക്കുക. വസു ഇടുന്നുണ്ടാടാ, ബോൾ ഇടുന്നുണ്ടോ? അത് കണ്ടില്ലേ, വലിയ വലിയ പാവകളാ കിട്ടുന്നു കേട്ടോ. ഈ ബോളില്ലേ, ഈ കാണുന്ന ബോൾ എടുത്തിടുക കേട്ടോ. ഈ കൊട്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും. വെച്ച് കഴിഞ്ഞാൽ വന്നവർക്കൊരു റിക്രിയേഷൻ ആക്ടിവിറ്റി പോലെ 10 മണി വരെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര സെറ്റപ്പ്. ഇതേ കണ്ടില്ലേ, ഐസ്ക്രീമിൻ്റെ മറ്റേ പരിപാടി, പിന്നെ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി. ഞാൻ ചെറിയൊരു കൗതുകത്തിൻ്റെ പേരിൽ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി വന്നു. എത്രയാണെന്ന് ഇന്നത്തെ ആൾക്കാരുടെ എണ്ണം പറയുന്നത് 4800 പേര്. ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 13,000 പേരാണ്. ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ. അപ്പോൾ സെറ്റപ്പ് അല്ലേ നമ്മുടെ ഈ കാലൻ്റെ, അതായത് വണ്ടർല. ഇപ്പോഴത്തെ വണ്ടർല അടിപൊളിയല്ലേ? ഓ, ഇത് കളിക്കല്ലോ. ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കാഴ്ചകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമെന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത പൈസയിൽ നമ്മുടെ എല്ലാ റൈഡും എത്തിച്ചേരാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗിങ്ങാണ്. നമ്മൾ ക്യൂലൊക്കെ നിന്ന് ഒരുപാട് നേരം. അപ്പോൾ ഇതിലൊരു സംഭവം കൊണ്ടുവന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റാഗ് എന്നുള്ള സംഭവം. അത് കെട്ടിക്കഴിഞ്ഞാൽ നിശ്ചിത പൈസ കൂടി കൂടുതലാണ്. അപ്പോൾ അടിച്ചു നമുക്ക് എല്ലാ റൈഡും ഒന്നുകൂടി പെട്ടെന്ന് കയറാൻ പറ്റും. വേറെ ക്യൂ നിൽക്കാതെ കയറാൻ പറ്റും. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണിക്കുന്ന അതേ സെറ്റപ്പ് തന്നെ. അതുകൂടാതെ പിന്നെ 450 രൂപേൻ്റെ ഒരു ഫുഡ് പാക്കേജ് ഒക്കെ ഉണ്ട്. അതിന് ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കണം, പൈസ എറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് നല്ല ഇതൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പോരായ്മകൾ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അടിപൊളി സെറ്റപ്പാണ്. സമയം പോകും. കുട്ടികളും എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നന്നായി സമയം പോകും, രസമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വീഡിയോയുടെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.